എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് സ്നാക്കൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മൾ പച്ചച്ചക്ക വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ നമ്മൾ പച്ചച്ചക്ക വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് സ്നാക്കും ആയിട്ടാണ് വന്നേക്കണേ. മധുരമൊന്നും ഇല്ലാത്ത ചെറിയൊരു എരിവോടൊക്കെ കൂടിയുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെച്ചാൽ മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്യുമെന്നൊക്കെ ഇങ്ങനെ വാർത്തയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് തുണി കുറച്ചൊക്കെ വിരിച്ചിടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് അടുക്കളയിലേക്ക് കയറാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അച്ചുക്കുട്ടനും ഓരോരോ കുസൃതിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പച്ചച്ചക്കച്ചോള വെച്ചിട്ട് സ്നാക്ക് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതായത് ഒരു 8-10 ചക്കച്ചോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചകിണി ഒക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ചക്കയുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കുരുവില്ല കേട്ടോ. കുരുവിന് ഒട്ടും തന്നെ വലിപ്പമില്ലാത്തൊരു ചക്കയാണ്. അപ്പോൾ ഇതിൻ്റെ ചില ചക്കയൊക്കെ കുരു വലുതാണെങ്കിൽ ചക്കച്ചുള കുറവായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ചുളയിൽ നല്ല കട്ടിയുള്ള ചുളയാണ്, കുരു തീരെ കുറവാണ് കേട്ടോ. അതിപ്പോൾ നമുക്കത് വെറുതെ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. എണ്ണം പറയുകയാണെങ്കിൽ ഒരു 10 എണ്ണം, 10 15 ഇനിയിപ്പോൾ 9 എണ്ണമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത് പതിയെ ഒന്ന് നികക്കെ, അതായത് ഈ ഒരു ഗ്ലാസിൻ്റെ 3/4 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് 1-2 വിസിലടിച്ചെടുക്കണം. അപ്പോൾ ചില ചക്ക പെട്ടെന്ന് വേവുന്നുണ്ടാവും. അപ്പോൾ വിസിലിൻ്റെ എണ്ണം കണക്കാക്കണ്ട. ചില ചക്കയ്ക്ക് 3-4 വിസിൽ വേണ്ടി വരും. ഇതിന് ഒരു വിസിലടിച്ചപ്പോഴത്തേനും സംഭവം ഓക്കെ ആയിട്ടോ. അപ്പോൾ അതേ ഒരു 250 ml ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 ഭാഗത്തോളം നമുക്ക് റവയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1/4 ഭാഗം റവ, പിന്നെ ബാക്കിയുള്ളത് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിയാണ്, പിന്നെ എണ്ണ ചിലവ് കൂടും, അതാണ് ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ ഇച്ചിരി സോഫ്റ്റായിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ അത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു കപ്പോളം തന്നെ നമ്മളിത് 2 പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റവ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പുറമേയൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൈദ തന്നെ ആകുമ്പം ഒരു സോഫ്റ്റ്നെസ് വരുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ചക്ക വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. അല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല പേസ്റ്റ് വലുത് നമുക്കിത് അരഞ്ഞു കിട്ടും. അപ്പോൾ ചക്ക വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് സ്നാക്കുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വേഗം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ ഒരു രീതിയിലാണ് വരിക കേട്ടോ. നല്ല ക്രീമി ആയിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വരിക. അപ്പോൾ നമുക്കിതൊരു ബൗളിനകത്തേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ഒരു നുള്ള് ജീരകമാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ജീരകം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണതാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എള്ളുണ്ടെങ്കിൽ, കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂണാണ്. പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത്. പിന്നെ ഇത്തിരി എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഉപ്പ്. അപ്പോൾ ഈ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ. ഞാനിവിടെ 1 ടീസ്പൂൺ വെച്ച് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർക്കണ്ട. നമുക്ക് ഈ ഒരു ബാറ്ററിൻ്റെ ആ ഒരു ഇതിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്യാവശ്യം ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു രീതിയിലേക്ക് നമുക്കിത് കിട്ടണം കേട്ടോ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പത്തിരിയുടെ അല്ലെങ്കിൽ ഒരു കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു രീതിയിലാണ് ഞാനിത് പരത്തിയെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി എടുക്കണേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വടയുടെ ആകൃതി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്കിത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പരത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മാക്സിമം കനം കുറച്ച് പരത്തുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സംഭവം റെഡിയായി കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് എണ്ണയ്ക്കകത്തേക്ക് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം. എണ്ണ കുറയ്ക്കാനുള്ള മെത്തേഡാണ് പറഞ്ഞത് കേട്ടോ. പതിയെ ഒത്തിരി കനം ഇല്ലാണ്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വടയുടെ ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലും മറ്റേ ഷേപ്പിലാണ് കേട്ടോ. അതായത് പത്തിരിയുടെ ഒക്കെ പത്തിരിയല്ല, ഒരു കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ, പത്തിരിയൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെയും ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ നമ്മുടെ അതുകൊണ്ട് ഒരു 8-9 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു അളവിൽ എടുക്കുവാണെങ്കിൽ.
പിന്നെ ഇങ്ങനെ പരത്തുമ്പോഴേ കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് വേണം കേട്ടോ പരത്താനായിട്ട്, അല്ലെങ്കിൽ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കും. എണ്ണ പുരട്ടിയിട്ട് പരത്തുവാണെങ്കിൽ ഒട്ടും തന്നെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് നല്ല രീതിയിൽ കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം കേട്ടോ എണ്ണയ്ക്കകത്തേക്ക് ഇടാൻ. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയപ്പോൾ എണ്ണ ചൂടായിട്ടില്ല. നന്നായിട്ട് തന്നെ എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിലേക്ക് ഇട്ടാൽ ഒത്തിരി എണ്ണ കുടിക്കും, ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞും പോവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒറ്റ ട്രിപ്പിലൊരു എൻ്റെ ഒരു 2-3 എണ്ണമൊക്കെ ഒന്നിച്ച് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും ഒരു പരിപ്പ് വടയുടെ ഒക്കെ ഒരു ഷേപ്പിൻ്റെ കാര്യം കറക്റ്റ് പറയാറില്ലെങ്കിലും എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അതേ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത് അത്ര എണ്ണ ഇച്ചിരി എണ്ണ കുറച്ചാണ് ഞാൻ ഒഴിച്ചേക്കണം. അതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ മറിച്ചിടണം. പിന്നെ എണ്ണച്ചെലവും കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇതുപോലെ മറിച്ചും തിരിച്ചും 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചും തിരിച്ചെടുത്ത് അത്യാവശ്യം ബ്രൗൺ കളറായി വരുമ്പം നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു ഇതും കൊണ്ടൊന്ന് പതിയൊന്ന് ടച്ച് ചെയ്ത് നോക്കും പറയുന്ന പുറമെ ഇച്ചിരി ഒരു ഹാർഡായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിത് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നറിയില്ല, പതിയൊരു പൊങ്ങി വരുന്നുണ്ട് കേട്ടോ, പതിയൊന്ന് കുമളച്ച് പോലെ. അപ്പോൾ വൈകുന്നേരം നമുക്ക് ചക്കയൊക്കെ കിട്ടുന്ന ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ഈ ഒരു ബ്രൗൺ കളറിലേക്ക് ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി ഷാലോ ഫ്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. എണ്ണ ഒത്തിരി കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക്. ഇപ്പോൾ ഓയിലാണെങ്കിൽ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഒത്തിരി എണ്ണ വലിക്കുകയില്ല, കോക്കനട്ട് ഓയിലാകുമ്പോൾ ഒത്തിരി എണ്ണ വലിക്കുമെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പും ഞാനിതുപോലെ തന്നെ ഇട്ടിട്ട് അതും കോരി എടുത്തിട്ടുണ്ട്. ഇതേ മാവ് ഉപയോഗിച്ച് നമുക്ക് മുറുക്കിൻ്റെ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ സേവനാഴിക്കകത്തൊക്കെ ഈ ഒരു ബാറ്റർ ഇട്ടിട്ട് മുറുക്കുണ്ടാക്കുമ്പോൾ അരിയാണ് കുറച്ചുകൂടി പൊടി ചേർക്കാനായിട്ട് നല്ലത് മൈദേനേക്കാളും. അപ്പോൾ എന്നിട്ട് സേവനാഴിക്കകത്തിട്ട് മുറുക്കിൻ്റെ രീതിയിൽ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അതാ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഞാൻ സ്നാക്കൊക്കെ ഉണ്ടാക്കിയ സമയത്തായപ്പോഴത്തേനും മഴ നന്നായിട്ട് ഇരുണ്ട് മൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല തകർപ്പൻ മഴയായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ ഒന്നരാടം എന്ന് പറഞ്ഞാൽ നമുക്ക് മഴ വരുന്നുണ്ട്. നിമിഷം അറിയാണ്ട് പെട്ടെന്ന് തന്നെ തകർത്ത് പെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്